19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വിത്തുപാകപ്പെട്ട് ഇന്ത്യയിലാകമാനം പടർന്ന് പന്തലിച്ച പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വതന്ത്ര ഇന്ത്യയിൽ 56 വർഷം രാജ്യം ഭരിച്ചു. രൂപം കൊണ്ട് 140 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് വലിയ അസ്തിത്വ പ്രതിസന്ധി നേരിടുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടി. സമ്പന്നമായ ഒരു പാരമ്പര്യമുള്ള പാർട്ടി എന്ന വിളിപ്പേരുള്ള കോൺഗ്രസ് ഇന്ന് ഒരു ശുദ്ധികലശത്തിനായി ദാഹിക്കുന്നുണ്ട്. പുനഃസംഘടന എന്ന മൂടുപടം പണിയുമ്പോഴും അന്തരങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന കളങ്കം പിഴുതെറിയേണ്ടതുണ്ട് എന്ന് ചിലപ്പോഴെങ്കിലും കോൺഗ്രസ് പറയാതെ പറയുന്നുമുണ്ട്. അസ്തിത്വ പ്രതിസന്ധിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രതിസന്ധി തന്നെയാണ് സംഘടനാ സംവിധാനം. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഇന്ന് കോൺഗ്രസിനെ വേട്ടയാടുന്ന പ്രധാന വെല്ലുവിളി മറ്റൊന്നാണ്. ഒരു വിഭാഗം BJPക്കായി പ്രവർത്തിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആശങ്ക തന്നെയാണ് അത്. കഴിഞ്ഞ ദിവസം ഇതേ സംഭവത്തെ കുറച്ചുകൂടി മനോഹരമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശേഷിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിലെ BJP സ്ലീപ്പിംഗ് സെൽ എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കോൺഗ്രസിലെ ഗ്ലാമർ നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ശശി തരൂരിനെയാണ് ബിനോയ് വിശ്വം ഇത്ര മനോഹരമായി വിശേഷിപ്പിക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ BJP സ്ലീപ്പിംഗ് സെല്ലിൽ ബർത്ത് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തരൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിനുള്ളിൽ BJP സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ ആശങ്ക നിസ്സാരമല്ല. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം പോലും പാർട്ടി നേട്ടത്തിനായി BJP ഉപയോഗിക്കുകയാണ് എന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ കുറ്റപ്പെടുത്തലിന് ചില കാരണങ്ങളുമുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടവും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് പേര് നിർദ്ദേശിക്കാനിരിക്കെയാണ് കേന്ദ്രം പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പ്രതിനിധി സംഘത്തിലേക്ക് ആളുകളെ നിർദ്ദേശിക്കണമെന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. 4 പേരടങ്ങുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കൈമാറിയത്. മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ, മുൻ ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്, MP-മാരായ സയ്യിദ് നസീർ ഹുസൈൻ, രാജാബാർ എന്നിവരെയാണ് കോൺഗ്രസ് പ്രതിനിധി സംഘത്തിലേക്ക് നിർദ്ദേശിച്ചത്. ദേശീയ താൽപ്പര്യമുള്ള വിഷയമായതിനാലും തന്റെ സേവനം ആവശ്യമുള്ള സന്ദർഭമായതിനാലും പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം താൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നതായി തരൂർ പ്രതികരിച്ചു. ഇതിന് പിന്നാലെ തരൂർ ഉൾപ്പെട്ട പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായ 4 കോൺഗ്രസ് അംഗങ്ങൾക്കും AICC യാത്രയ്ക്ക് അനുമതി നൽകി. അതേസമയം വിദേശയാത്രയ്ക്ക് പോകാൻ പാർട്ടിയോട് അനുമതി തേടിയിരുന്നില്ല എന്ന് തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, തരൂർ ഈ അടുത്ത് സ്വീകരിച്ചു വന്നിരുന്ന ചില നിലപാടുകളും ബിനോയ് വിശ്വത്തിന്റെ ഈ വിമർശനത്തിന് ഹേതുവായിരിക്കാം. കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ തരൂർ പുകഴ്ത്തിയത്. വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നുവെന്ന് തരൂർ പറഞ്ഞത്. കോവിഡ് കാല ഭീകരതകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രമെന്നും ഉത്തരവാദിത്വത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അതെന്നും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വാക്സിൻ മൈത്രി സംരംഭത്തെ പുകഴ്ത്തി ദ വീക്കിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ പറയുന്നുണ്ട്. രണ്ടാമത്തേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രതയെ തരൂർ പ്രശംസിച്ചതാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ താൻ പാർലമെന്റിൽ വിമർശിച്ചിരുന്നുവെന്നും എന്നാൽ തന്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നുവെന്ന് ബോധ്യമായതായും തരൂർ പറയുന്നുണ്ട്. ഒരേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും സ്വീകാര്യനായ നേതാവായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്നും രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട് എന്നും തരൂർ പ്രശംസിക്കുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് താൻ. അന്നത്തെ മണ്ടത്തരം താൻ തിരുത്തുന്നു എന്നും തരൂർ പറഞ്ഞു. രാജ്യ തലസ്ഥാനത്ത് നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു തരൂരിന്റെ ഈ പരാമർശം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് രാജ്യാന്തര തലത്തിലുള്ള പല ഉടമ്പടികൾക്കും വിരുദ്ധമാണെന്നായിരുന്നു താൻ അന്ന് പാർലമെന്റിൽ പറഞ്ഞത് എന്നും തരൂർ പറയുന്നുണ്ട്. നേരത്തെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും തരൂർ മോദിയെ പുകഴ്ത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രശംസയ്ക്ക് പിന്നാലെയായിരുന്നു തരൂരിന്റെ വാക്കുകൾ. മോദിയോട് വിലപേശൽ എളുപ്പമല്ല എന്നും അക്കാര്യത്തിൽ അദ്ദേഹം തന്നെക്കാളും കടുപ്പക്കാരനും മെച്ചപ്പെട്ടയാളാണെന്നുമായിരുന്നു ട്രംപിന്റെ പുകഴ്ത്തൽ. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ട്രംപ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് വെറുതെ ആവില്ല എന്നായിരുന്നു തരൂരിന്റെ മറുപടി. ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും തരൂർ കൂട്ടിച്ചേർത്തിരുന്നു. തങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിക്കാൻ കഴിയില്ല എന്ന അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നും താൻ കരുതുന്നുണ്ട് എന്ന്. അനധികൃതമായി കുടിയേറ്റക്കാരെ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തിരികെ അയക്കാം, തങ്ങൾ അവരെ നോക്കുമെന്നും അവർ തങ്ങളുടെ പൗരന്മാരാണ് എന്നും കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ലെന്നും മോദി ഒരുപക്ഷെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കാമെന്നും തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്താണ് വാസ്തവമെന്ന് തനിക്കറിയില്ല എന്നുമാണ് തരൂർ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞത്.
രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം കോൺഗ്രസ് നേതാക്കൾ മോദിക്കും കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ വലിയ തരത്തിലുള്ള വിമർശനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് വിരുദ്ധമായി മോദി സ്തുതി നടത്തുന്ന തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് വലിയ തലവേദനയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പാർട്ടി കടുത്ത പ്രതിരോധത്തിലാവുമെന്ന് ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നായിരുന്നു മുൻ വിവാദ നിലപാടുകളിലെല്ലാം തന്നെ തരൂരിന്റെ വിശദീകരണം. ഒരുപക്ഷെ ഇത്തരം പരാമർശങ്ങളിലൂടെ തരൂർ ലക്ഷ്യം വെക്കുന്നത് മറ്റു പലതുമായിരിക്കാം. എന്നാൽ കോൺഗ്രസിനെ കാർന്നു തിന്നുന്ന സ്ലീപ്പിംഗ് സെല്ലായി പ്രവർത്തിക്കുന്ന ചിലരുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ BJPക്കും ഇടതുപക്ഷത്തിനും അനുകൂലമായി കളം മാറി മാറി ചവിട്ടുന്ന തരൂർ ചിലരെയെങ്കിലും അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മുൻപ് പങ്കുവച്ച അതേ ആശങ്കയ്ക്ക് പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് ബിനോയ് വിശ്വവും സൂചിപ്പിക്കുന്നത്. അതൊരു പക്ഷേ വിമർശനത്തിലൂടെ ആണെങ്കിൽ പോലും.